ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. രാജ്യത്തെ വ്യാവസായിക ഉൽപാദനം ഈ വർഷം ജൂണിൽ 4.2% വളർച്ച രേഖപ്പെടുത്തി. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഖനനം, ഉൽപാദനം, വൈദ്യുതി എന്നീ മേഖലകളിലാണ് മുന്നേറ്റം കൈവരിച്ചത്. പണപ്പെരുപ്പ നിരക്കിലും വർഷാവർഷം കുറവുണ്ടാകുന്നുണ്ടെന്ന് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വീടുകളുടെ വാടക സംസ്ഥാന സർക്കാർ നൽകും. സർക്കാർ ക്വാർട്ടേഴ്സുകൾക്ക് പുറമെ 100ഓളം വീടുകൾ സന്നദ്ധ പ്രവർത്തകർ സൗജന്യമായി നൽകിയിട്ടുണ്ട്. ഒരാൾക്കും പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ താൽക്കാലിക പുനരധിവാസം സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് തീരുമാനിച്ചു. കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ ദുരന്തത്തിൽ മരിച്ചവരുടെയും ഈടു നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിനാണ് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. വയനാട് ഉരുൾപൊട്ടലിൽ വിവിധ രേഖകൾ നഷ്ടപ്പെട്ട 878 പേർക്ക് 2 ദിവസമായി നടന്ന പ്രത്യേക ക്യാമ്പയിനിലൂടെ 1162 അവശ്യ സേവന രേഖകൾ വിതരണം ചെയ്തു. റേഷൻ, ആധാർ കാർഡുകൾ, വോട്ടർ ID, പാൻ കാർഡ്, ഇൻഷുറൻസ്, ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ, വിദ്യാഭ്യാസ രേഖകൾ ഉൾപ്പെടെയുള്ള പ്രാഥമിക രേഖകളാണ് 2 ഘട്ടങ്ങളിലായി വിതരണം ചെയ്തത്. വയനാട് ദുരിതത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നാളെയും തുടരും. മഴയെ തുടർന്ന് ഇന്നത്തെ തെരച്ചിൽ ഉച്ചയോടെ അവസാനിപ്പിച്ചു. ഇന്ന് ഒരു മൃതദേഹവും 3 ശരീരഭാഗങ്ങളും കണ്ടെടുത്തു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ 231 മൃതദേഹങ്ങളും 205 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം തിരുവനന്തപുരത്ത് 3 പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കുളം, തോട് തുടങ്ങിയ ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം അറിയിച്ച് ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 97% മരണനിരക്കുള്ള രോഗമാണിതെന്നും ആരംഭത്തിൽ തന്നെ രോഗം കണ്ടെത്തി ചികിത്സിക്കുന്നത് പ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു. ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ കൂടുതൽ ഉപഭോക്താക്കളെ ഖാദിയിലേക്ക് ആകർഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ജില്ലാതല ഓണം ഖാദി മേളയുടെയും നവീകരിച്ച കർബല ഖാദി ഗ്രാമ സൗഭാഗ്യ പദ്ധതിയുടെയും ഉദ്ഘാടനം ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 100 കോടിയിലധികം രൂപ സർക്കാർ ഖാദി മേഖലയ്ക്കായി ചിലവാക്കുന്നുണ്ട്. തൊഴിലാളി ക്ഷേമവും കൈത്തൊഴിൽ മേഖലയുടെ സംരക്ഷണവും കണക്കിലെടുത്താണ് ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും സമരത്തിനൊരുങ്ങി മുല്ലപ്പെരിയാർ സമരസമിതി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഒഴിവാക്കി വിഷയം സംബന്ധിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഇടപെടൽ നടത്തിക്കാനാണ് തീരുമാനം. വ്യാഴാഴ്ച നടക്കുന്ന യോഗത്തിന് ശേഷം പുതിയ സമരപരിപാടികളിൽ തീരുമാനമെടുക്കുമെന്നും സമിതി അറിയിച്ചു. പ്രധാനമന്ത്രി സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ മാതൃകാ സൗരോർജ്ജ ഗ്രാമം നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. പദ്ധതി പ്രകാരം രാജ്യത്തുടനീളം ഓരോ ജില്ലയിലും ഒരു മാതൃകാ സൗരോർജ്ജ ഗ്രാമം സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. പദ്ധതി നടത്തിപ്പിനായി 800 കോടി രൂപ അനുവദിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRFന്റെ 2024 റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. IIT മദ്രാസാണ് 1ാം സ്ഥാനത്ത്. തുടർച്ചയായി 8ാം തവണയാണ് IIT മദ്രാസ് ഈ സ്ഥാനം നേടുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവാണ് 2ാം സ്ഥാനത്ത്. മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വിഭാഗത്തിൽ കോഴിക്കോട് IIMന് 3ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന യൂണിവേഴ്സിറ്റിയുടെ വിഭാഗത്തിൽ കേരള സർവകലാശാലയും കുസാറ്റും ആദ്യ 10 റാങ്കിൽ ഇടം നേടി. രാജസ്ഥാനിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 25 കടന്നു. 3 ദിവസമായി തുടരുന്ന മഴ രാജസ്ഥാന്റെ കിഴക്കൻ ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ ദേശീയ, സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 16 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര സർക്കാർ പാസാക്കിയ ലേബർ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണെന്നും ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി. പശ്ചിമബംഗാൾ തൊഴിൽ മന്ത്രിയുമായി കൊൽക്കത്തയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശബരിമല ക്ഷേത്രത്തിൽ നിറപുത്തരി പൂജ ഇന്ന് പുലർച്ചെ നടന്നു. കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി നെൽക്കതിരുകൾ പൂജിക്കുന്നതാണ് നിറപുത്തരി ചടങ്ങ്. ഇന്ന് രാത്രി 10 അടയ്ക്കുന്ന നട ചിങ്ങമാസ പൂജകൾക്കായി ഈ മാസം 16 വീണ്ടും തുറക്കും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.